സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഈ കണവ കൊണ്ട് ഒരു അച്ചാർ ഉണ്ടാക്കാം. അത് എങ്ങനെയെന്ന് നോക്കാം. ചില സ്ഥലങ്ങളിൽ ഇതിനെ കൂന്തൽ എന്നും പറയും. ഇതിൻ്റെ പേര് ഓരോരോ സ്ഥലത്ത് പല വിധത്തിലാണ്. ആദ്യം ഇതിൻ്റെ തല വലിച്ചു കളഞ്ഞ് പുറത്തുള്ള തോല് ഇങ്ങനെ വലിച്ചു കളയാം. തോലെടുത്ത് കളഞ്ഞാൽ നല്ല ഭംഗിയുള്ള വെള്ള കളറായിരിക്കും. ഇനി ഇത് മുറിച്ച് ഇതിൻ്റെ ഉൾവശത്തുള്ള അഴുക്ക് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിറയെ കറുത്ത മഷി പോലെ കാണാം. ഇനി ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഓരോന്നായി പറയാം. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചത്, 5-8 വെളുത്തുള്ളി മുറിച്ചത്, പകുതി പുളിനാരങ്ങ, 2-3 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ ഉപ്പും വേണം. പ്ലേറ്റിൽ കാണിച്ച സാധനങ്ങളും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് നമുക്കിതൊന്ന് അരച്ചെടുത്ത് കൂന്തളിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പകുതി പുളിനാരങ്ങ നീര് കൂടി പിഴിഞ്ഞ് വെച്ച് 1/4 മണിക്കൂർ നേരം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാം. അതിനുശേഷം ഇത് പുറത്തെടുത്ത് ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിത്തെറിക്കും, അതുകൊണ്ട് സൂക്ഷിക്കണം. കഴിയുന്നതും മൂടി വെച്ച് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഇനി മറിച്ചിടാറാവുമ്പോൾ മൂടി ചെറുതായി പൊന്തിച്ച് അതിൻ്റെ ഇടയിൽ കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിച്ച് മുഖത്തെല്ലാം വൃത്തികേടാവും. ഇത് ആയിക്കഴിഞ്ഞാൽ തണുക്കാൻ വയ്ക്കാം. തണുത്ത ശേഷം ഇത് കുപ്പിയിലിട്ട് വിനീഗറും ഉപ്പുമിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. വിനീഗർ ഇതിന് മുകൾ വശം വരെ ഒഴിക്കണം. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇനി നേരത്തെ പ്ലേറ്റിൽ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി മുറിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. 2 പച്ചമുളക് മുറിച്ചത് കൂടി വേണം.
2 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറുതായി മുറിച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി മുറിച്ചതും പച്ചമുളക് മുറിച്ചതും കൂടിയിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇതിലിട്ട സാധനങ്ങളുടെ വെള്ളമെല്ലാം വറ്റിയിരിക്കണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അച്ചാറിടുന്നത് എപ്പോഴും നല്ലതുപോലെ ഫ്രൈ ചെയ്യണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നാൽ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ മൂത്തു എന്ന് കണ്ടാൽ ഇതിലേക്ക് കൂന്തൽ വറുത്ത് കുപ്പിയിലിട്ട് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കാം. ഇതെല്ലാം എള്ളെണ്ണ ഒഴിച്ചാണ് ഉണ്ടാക്കേണ്ടത്. അര ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ ആയിക്കഴിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്ത് തണുക്കാൻ വയ്ക്കാം. ഇത് തണുത്ത ശേഷം കുപ്പിയിലാക്കി വയ്ക്കാം. നല്ലതുപോലെ ഫ്രൈ ചെയ്തതാണെങ്കിൽ എത്ര നാൾ വരെയും ഇരിക്കും. ഒന്ന് നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക.